ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്നാണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഏകദേശം ഉച്ചയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ വർക്കൊക്കെ ഉച്ചവരെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഉച്ച കഴിഞ്ഞ് ഒരു സ്ഥലം വരെ പോവുകയാണ്. അതെന്താണ്, എവിടെയാണ്, എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ കുറച്ച് പേരും കൂടെ വരും. അപ്പോൾ വേഗം തന്നെ പോകാൻ സമയം ആയി. അപ്പോൾ നമുക്ക് പോകാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, വായോ. കുറച്ച് ദിവസമായിട്ട് നല്ല വെയിലാണ് കേട്ടോ. മഴയൊക്കെ അങ്ങ് ഒതുങ്ങി വെയിലായിട്ടുണ്ട്. ഞാൻ കോട്ടച്ചൂടി പോയി ഭയങ്കര വെയിലായതുകൊണ്ട് ചൂടെടുക്കുന്നുണ്ട്. നമ്മുടെ ഒരു റിലേറ്റീവ് ചേട്ടനെ കണ്ടു. അപ്പോൾ ചേട്ടൻ്റെ ഓട്ടോയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കുക കേട്ടോ. ഒരു ഹോസ്പിറ്റലിൽ കയറിയതാണ്. അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് അവരൊപ്പം പോകാമെന്ന് വിചാരിച്ച് എനിക്ക് ATM ഒന്ന് കയറണം. കുറച്ച് പരിപാടിയുണ്ട് കേട്ടോ. ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ് കേട്ടോ, അവർ വരാൻ വേണ്ടിയിട്ട്. ഞാനങ്ങനെ അവരുടെ ഓട്ടോയിൽ കയറി നേരെ രാജകുമാരി വന്നിറങ്ങിയിട്ട് അടുത്ത ഓട്ടോ വിളിച്ചിട്ട് പോയി. അമ്മ റിലേറ്റീവ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് പോകുന്നപ്പോൾ പൈസ കൊടുത്തിട്ട് വാങ്ങിയില്ല കേട്ടോ. അപ്പം അങ്ങനെയാണല്ലോ, നമ്മുടെ സ്വന്തക്കാരൊക്കെയാണ് നമുക്ക് ഡ്രോപ്പ് ചെയ്യുന്നതെങ്കിൽ പൈസയൊന്നും വാങ്ങുകയല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ നേരെ പോകുന്നത് ദേവമാത പള്ളിയിലേക്കാണ്. അവിടെ ചെന്നിട്ട് നമ്മുടെ ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ചെന്നിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുക ടൈം. അതിനുശേഷം നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോകാനുണ്ട്. നമ്മളിത് പള്ളി വന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പള്ളിയിലേക്ക് കയറി പോകാം. അപ്പോൾ നമ്മളെ കാത്തിട്ട് രണ്ടാൾക്കാരല്ല 4 ആൾക്കാർ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആരാ നമുക്ക് പോയി കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞ ആൾക്കാർ ഇവരാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെ അവർക്ക് പള്ളി വന്നത് ഭയങ്കര ആഗ്രഹമാണ്. അങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പം ഞാനും അവർ കാണാനായിട്ട് വന്നു. നമ്മൾ പള്ളിക്കുള്ളിൽ കയറി കുറേ നേരം പ്രാർത്ഥിച്ചിട്ടൊക്കെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാം. ഇവരാണ് ഞാൻ പറഞ്ഞ ആൾക്കാർ. കുഞ്ഞാപ്പി, കുഞ്ഞിനെ അതെ, സന്തോഷമായിട്ട് വന്നത് പൊന്നിക്കുട്ടി. എനിക്ക് പുതിയ ക്യാമറമാനെ കിട്ടി, കണ്ടു വെച്ച്. നമ്മൾ പള്ളിയുടെ പുറത്ത് വന്ന് നിൽക്കുവാണ് കേട്ടോ. നല്ല കാറ്റ്, നല്ല സുഖമുള്ള കാറ്റ്. അത് ആസ്വദിച്ചിരിക്കുക. ഇവിടെ ഇരിക്കുക. ഞങ്ങൾ ഇടയ്ക്ക് വന്നിരിക്കും. പിന്നെ പുതിയ ബിൽഡിങ് പണിയത് പൊന്നുൻ്റെ അമ്മയെ കൂട്ടി പിടിച്ചിരിക്കുവാണ്. പൊന്നു സിംഗ് നോക്കിയേ ആ സ്ഥലം. അതെ, നമുക്ക് വീഡിയോ കാണിക്കാം. ഇവിടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് തുടങ്ങും കേട്ടോ. വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ ഇടാം. കുഞ്ഞിനെ എന്നിട്ട് ഞങ്ങള് സിനിമ വിടാൻ പോവാ. സിനിമ പോവോ? സീരിയലിനെ അഭിനയിക്കാൻ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. തുച്ഛമായ വില പത്രം. അപ്പോൾ അതെ, ഞങ്ങളിത് ഇവിടെ കുറച്ച് നേരം ഇരുന്നു. ഇനി അച്ഛനെ കാണണം. അതെ അതെ, അതെ. വാ, കുഞ്ഞാൻ്റെ എടുത്തോളാം. പൊന്നെ വാ. കുഞ്ഞാ, അത് പഴയ പള്ളി കേട്ടോ. എനിക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ പോകാൻ തോന്നുകയില്ല. നല്ല സുഖം, നല്ലൊരു വൈബ്, കാറ്റും. അപ്പോൾ വേളാങ്കണ്ണി അടുത്ത് തീർത്ഥാടന കേന്ദ്രമാണ് കേട്ടോ ദേവമാതാ പള്ളി. ഞങ്ങൾ ഇറങ്ങോട്ടോ. ഭയങ്കര കാറ്റാണ്. ഒരു മിനിറ്റ് പറഞ്ഞേ, മുടിയൊന്ന് ശരിയാക്കട്ടെ. കൈപ്പിടി. നമ്മൾ തിരി കത്തിക്കണം.
പുറത്തിറങ്ങിയിട്ടുണ്ട്. ഫ്രണ്ടിൽ തന്നെ നമ്മൾ തിരി കത്തിക്കാൻ പോവാം. കുഞ്ഞും കുറേ യാത്ര ചെയ്തല്ലേ കുഞ്ഞ? അതെ, രാജകുമാരി ഇടുക്കി രൂപത തീർത്ഥാടന ദേവാലയം കേട്ടോ. അപ്പം എല്ലാവരും വരണം ഇവിടെ ഇടുക്കി വരുമ്പോൾ. അതെ അതെ, ജീവനുള്ള മാന്. ദേ മാന്, ദേ കണ്ടോ? ഇതെന്നാ ലാമിന്റെ വീടാണോ? തിരിയുടെ കളർ നോക്കിയേ, ബ്ലാക്ക് കേട്ടോ. ബ്ലാക്ക് അല്ലേ? കളർ വൈറ്റ് അല്ലല്ലോ ചാ. ഇങ്ങനെ വെച്ചിട്ട് കത്തിക്കാറില്ല. അത് താമര. താമരയിലാണ് മാതാവ് നിൽക്കുന്നത്. അവിടെ മീനുണ്ട് പൊന്നെ, മീനുണ്ട് കണ്ടാ? ദേ ദേ അതിൻ്റെ ഇടയ്ക്കോടെ നോക്ക്. ആ താമരയുടെ ഇതള് കണ്ടാ? അതിൻ്റെ ഇടയ്ക്കോടെ നോക്കിയേ. ഇത് വഞ്ചിയാണ് കേട്ടോ. വഞ്ചി വഞ്ചി, നേർച്ച വഞ്ചി. ഇപ്പൊ കോഴി നിപ്പുണ്ട്. അതിനകത്ത് പൈസ. എല്ലാം കൂടെ കത്തിച്ചങ്ങ് വെച്ചാൽ മതിയായിരുന്നു ചേച്ചി, അതാണ് എളുപ്പം. അപ്പോൾ ഒരുമിച്ച് കത്തി അങ്ങ് പോയേനെ. ഇല്ലാത്തതല്ല, കാറ്റടിച്ചോണ്ട് വരാത്തതാ. ഓ കിട്ടും. ദൈവമേ അനുഗ്രഹിച്ചേക്കണേ. ദേവൻ വേളാങ്കണ്ണിക്കും പോണേ. അതെ, വേളാങ്കണ്ണിക്കും പോയില്ലേ? പറഞ്ഞാൽ മതി. ഉടനെ പോണ്ടില്ലേ? ഒരു ഡിസംബറൊക്കെ ആത്തിന് ഇവനെയും കൊണ്ടേ പോയി. മഴയൊക്കെ അങ്ങ് മാറിയിട്ടേ ഏഴാമത്തെയും പോയാൽ മതി. നവംബർ ഡിസംബർ മാസമൊക്കെ കുഴപ്പമില്ല. ഡിസംബറിനൊക്കെ നല്ല നവംബറിൽ പോകാം. ഡിസംബർ ആകുമ്പോഴത്തേക്കും തണുപ്പാവില്ലേ? അവന് പിന്നെ തണുപ്പ് കുഴപ്പമില്ല, കുഴപ്പമില്ല. പപ്പയും മോനും വെച്ചുള്ളത് ഓർമ്മ എടുക്കണല്ലോ. ആ ഫോണിൽ എനിക്ക് ഇടാനുള്ളതാ. അല്ല അല്ല, ലിജിത എടുത്തത് നമുക്ക് ഇടാം. അങ്ങോട്ട് കയറ്റാൻ പറ്റൂല മോനെ. മാൻ നിപ്പുണ്ട് അതിൻ്റെ അകത്ത്, അടുത്ത് പോകണമെന്ന് പറഞ്ഞാട്ടെ. പിന്നെ ഇത് എന്താണ് ഇങ്ങനെ കള്ളച്ചിരിക്കുന്നത് നോക്കി? ഇനി ഇഷ്ടപ്പെട്ടു ശലമൊക്കെ? പച്ചപ്പല്ലേ ചേച്ചി, ചില കളറുകൾ ഐഡന്റിഫൈ ചെയ്യുന്ന സമയമല്ലേ? അതെ, ഈ പച്ചയൊക്കെ കാണുമ്പോ അവനെ മാതാവിന്റെ അടുത്തില്ലേ? സൂപ്പർ ആണല്ലോ. ഭയങ്കര ഫോട്ടോഫേസ് ചെയ്ത് നോക്കിയേ. ഇങ്ങനെ പിള്ളേരെ കണ്ടിട്ട് അവനെ എന്റെ ഇരിക്കുമ്പോ അവന് ഭയങ്കര വേദന. വേദനയുടെ നടുവിലും ചിരിക്കും. എന്നാ ക്ലാരിറ്റി അടി ഫോണിന്. ഏട്ടാ ഇനി എങ്ങടെ പോണേ?
സ്കൂളുണ്ട് താഴെ, ഹോളി ക്വീൻസ് UP സ്കൂൾ. സ്കൂള് ഞാനിടയ്ക്ക് വരുന്നതാ. പള്ളി വരുന്നത് നല്ല കാര്യമല്ലേ. എന്നോടേ ചോദിക്കുള്ളൂ കറങ്ങി നടക്കണമെന്ന്. ഞാൻ പിന്നെ ഉച്ച വരെ വർക്ക് കഴിഞ്ഞിട്ടാണ് വന്നത്. നമ്മൾ ഈ ഇടുന്ന വീഡിയോസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സമയം കിട്ടുമ്പോൾ എടുക്കുന്നതാണ് കേട്ടോ. അത് നമ്മൾ ഈ ഒരു എല്ലാ ദിവസവും ഇടുന്നത്, അല്ലാണ്ട് എല്ലാ ദിവസവും കറക്കമല്ല. ചിലപ്പോൾ ഒരു ദിവസം തന്നെ 2-3 വീഡിയോ ഒക്കെ എടുക്കും ചിലപ്പോൾ. ഇങ്ങോട്ടാ നീ എങ്ങോട്ട് പോകാനാ? കല്ലറ, ശ്മശാനം. അവിടെ പോകണ്ട, അവിടെ പോയ ഒരു വഴക്കുറ. എനിക്ക് നടക്കാൻ വയ്യ, വെയിൽ ഭയങ്കര. ഹോളി ക്വീൻസ് നമ്മുടെ എബനേസറിന്റെ സ്കൂളാണ്. അല്ല എന്നെ പിടിക്കണം. നീ വാ. ഇറങ്ങി പോകുന്നതും വരുന്നതും ഒക്കെ. കുഞ്ഞാറ്റി കാണാം. ഒരു റീൽ അപാരതയാണ് കേട്ടോ ഇത് കണ്ടോണ്ടിരിക്കുന്നത്. പൊന്നുവിന് ഇഷ്ടപ്പെട്ട പൊന്നു എന്നാ ഇവിടെ കിടക്കാം നമുക്ക്. വേണ്ട, എന്നൊക്കെയാണ് എനിക്ക് വീട്ടിൽ പോണോന്ന്. ഹലോ, പൊന്നിന് ഇഷ്ടപ്പെട്ടോ? കുഞ്ഞിനെ ഇവിടെ ഇഷ്ടപ്പെട്ടോ? ഇച്ചായോ? ഏതാ സ്കൂള്? നോക്കട്ടെ. അത് എന്നാ? അല്ല, സ്കൂളല്ല, പള്ളിയാ. ഓ സൂപ്പർ സൂപ്പർ. അതെ, ഏത് പാട്ടാ പാടണ്ടേ? പാട്ടേതാ പാടണ്ടേ? അടിയില്ലേ? എന്നെ കൊച്ചത് ഇട്ടു പോകുന്നു. ഞാൻ നേരെ കുർലാസിറ്റിക്കും പോകും, ഒരു നേരെ രാജക്കാടും പോകും. അതെ. ഓ, കുർലാസിറ്റി പോയിട്ട് തിരിച്ചു പോക്ക് പാടാ ചേച്ചി. ഇനിയിപ്പോൾ എന്തെങ്കിലും ഫ്രീ ആകുമ്പോൾ പോയാൽ. ഇത് മറ്റേ ചാമ്പങ്ങ കേട്ടോ, കണ്ടോ? നല്ലതുണ്ടായിരുന്നു, പറക്കാതെ കൊള്ളത്തില്ല. അതെ, ഇതാണ് നമ്മുടെ പള്ളി. എന്തോരം കണ്ടാലും എന്തോരം വന്നിരുന്നാലും മതിയാവില്ല കേട്ടോ ഈ പള്ളിയിൽ. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇവിടെ വന്നിട്ടില്ലാത്തവർ നമ്മുടെ ഇടുക്കിയിൽ ഒക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഇവിടെ വരണം കേട്ടോ. ഇത് 10 മിനിറ്റ് ഇടവിട്ട് ബസ്സുണ്ട് ചേച്ചി. എനിക്കിപ്പോൾ അവിടെ ഇറങ്ങി എന്തെങ്കിലുമൊക്കെ മേടിച്ചോണ്ട് വേണം. എടുത്തെടുത്തു. താഴത്തേക്ക് ഇറങ്ങി പോവാട്ടോ. നല്ല വെയിലാണേ. ഇപ്പം മഴ അങ്ങ് മാറിയപ്പോഴത്തേ നല്ല വെയിലായി. ഓ, കൊള്ളുന്ന വെയില്. താഴത്തേക്ക് ഇറങ്ങി പോകും. ഓട്ടോയൊക്കെ കൈ നീട്ടിട്ട് നിർത്തിയില്ല കേട്ടോ. അല്ല, ഇവിടെ നിന്ന് ചായക്കടയുണ്ട്, അവിടെ നിന്ന് കഴിച്ചു. അപ്പം ഇവിടെ നിന്ന് അങ്ങ് ബസ്സിന് കയറിയാൽ മതിയല്ലോ. പിന്നെ താഴത്തേക്ക് പോകും. ഇതെവിടെ കാണാം. അങ്ങനെ ഞങ്ങളുടെ ഇവിടെ വന്ന് നിൽക്കട്ടെ, വണ്ടിക്ക് കയറി പോകാൻ വേണ്ടിയിട്ട്. ഞാനെന്നാ കാണിക്കാറുണ്ടോ? അമ്പാനെ ഉടങ്ങി കേട്ടോ. കൈ പിടിച്ചിറങ്ങണേ. നല്ല ചൂട്. അവിടെ പോവോ? രാജക്കണ്ണ് പോണ താഴെ ഇറങ്ങോ? അത് മതി, അവിടെ ചെന്നിട്ട് കഴിക്കാമല്ലോ. കടയിൽ കയറി ഞാൻ തുളസിറ്റി വന്നിട്ട് ഒരു കട്ടനും കഴിക്കാം, കുടിക്കാൻ. അതുപോലെ ഒരു പഴംപൊരി മേടിച്ചിരുന്നു. ചാച്ചമ്മയ്ക്ക് പഴവും ഇതൊക്കെ മേടിച്ചേ. അപ്പം ഞാൻ ചായയൊക്കെ കുടിച്ചിട്ട് ഇതേ ഇറങ്ങി കേട്ടോ.
അപ്പോൾ പിന്നെ ഞാനിന്ന് കുരുളാസിറ്റിക്ക് പോരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഉച്ച കഴിഞ്ഞ് ലീവ് എടുത്തതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാച്ചയമ്മയ്ക്ക് ചെറിയ പനിയും ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ പോയി എലിക്കുട്ടിയമ്മ മരുന്നൊക്കെ മേടിച്ച് കൊടുത്തിട്ട് തിരിച്ച് കൊണ്ടുപോയി വിട്ടു. അപ്പോൾ തീരെ വയ്യ. അപ്പോൾ ഞാൻ എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. എൻ്റെ രാജകുമാരി കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ നമ്മുടെ അന്നക്കുട്ടിയമ്മ അങ്ങ് ചെന്നെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും ചാച്ചമ്മയുടെ കാര്യങ്ങൾ അന്വേഷിച്ച് ചെന്ന് നോക്കിയിട്ട് പോരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോകുന്നത്. അതായിരുന്നു മെയിനായിട്ടും വീട്ടിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലീവ് എടുത്തത്. പിന്നെ അവർ അവിടെ പള്ളി വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ പള്ളിയിൽ ഇറങ്ങി കുറച്ച് പഴവും സാധനങ്ങളൊക്കെ മേടിച്ചു. പഴമൊക്കെ മേടിച്ചാണ് ഞാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് പറ്റുമെങ്കിൽ ഇന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകണം. കാരണം അവിടെ എലിക്കുട്ടിയമ്മയ്ക്കും വയ്യാണ്ടിരിക്കുമല്ലേ. അപ്പോൾ ചിലപ്പോൾ ഞാനിന്ന് പോകും, ഇല്ലെങ്കിൽ നാളെ പോകുമെന്നുള്ള പ്ലാനിലാണ്. അന്നക്കുട്ടിയമ്മ ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും വേഗം നടക്കട്ടെ. നല്ല വെയിലാട്ടോ. ഞാൻ ഇറങ്ങിയിട്ട് ഒരു കട്ടൻ ചായയും പിന്നെ ഒരു പഴംപൊരിയും കഴിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ നിന്ന് വന്നിട്ട് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. രാവിലെ മറ്റേ ഉപ്പുമാവ് കഴിച്ചതാണ്. ഉപ്പുമാവല്ല, പുട്ട് കഴിച്ചതാണ്. അപ്പോൾ എന്തായാലും നേരെ പോട്ടെ. നല്ല വെയിലെന്ന് വെച്ചാൽ നല്ല വെയിലാണ്. പക്ഷെ എനിക്കിതാണ് കേട്ടോ ഇഷ്ടം. എനിക്ക് ഈ തണുപ്പ് തീരെ ഇഷ്ടമല്ല. ഇതുപോലെ വെയിലാണ് ഇഷ്ടം. വെയിലത്ത് ഞാൻ എന്തോരം വേണേലും നടക്കും. പക്ഷെ തണുപ്പത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നടന്ന് നമ്മൾ വീട്ടിലെത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെന്നിട്ട് ചാച്ചയമ്മ കുറച്ച് തുണിയൊക്കെ അലക്കാൻ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അലക്കിയിട്ട് കൊടുത്തിട്ട് പറ്റുമെങ്കിൽ നമുക്കിന്ന് പോവാം. നമ്മൾ വീട്ടിൽ വന്ന് കേട്ടോ. ഇതാണ് TV മേടിച്ചത്. കഞ്ഞി കുടിക്കാം. കുരുളാസിറ്റി വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചു. അടുത്തേ ഇവിടെ കുറച്ച് പരിപാടിയൊക്കെ കേട്ടോ. പന്നക്കുട്ടിയമ്മയുണ്ട്, ചാച്ചയമ്മയുണ്ട്. വെള്ളം പിടിച്ചോണ്ടിരിക്കും കേട്ടോ. ഇത് പഞ്ചായത്തിൻ്റെ വെള്ളമല്ലേ, ഇതിൻ്റെ ഇടയ്ക്കൂടെ പറ്റില്ല. അങ്ങനെയല്ല നിൽക്ക് ശരി. അപ്പോൾ ഇതും കൂടെ നിറയട്ടെ. എന്നെ കുട്ടിയമ്മ കുളിക്കാൻ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ അതുപോലെ തന്നെ ഉച്ചവരെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ കുരുളാസിറ്റി വീട്ടിലേക്ക് പോകാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്തായിരുന്നു. അങ്ങനെ പ്ലാൻ ചെയ്തപ്പോഴാണ് ചേട്ടായും ചേച്ചിയും പിള്ളേരും കൂടി പള്ളി വരുമെന്ന് പറഞ്ഞത്. നമ്മുടെ ദേവമാതാ പള്ളിയാണ് കേട്ടോ. ദേവാലയ തീർത്ഥാടനമാണ്, തീർത്ഥാടന ദേവാലയമാണ്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ഒന്ന് വന്നേ ഇവിടെ. അങ്ങനെ അവരുടെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു പള്ളിയിൽ. എന്നിട്ട് നേരെ ഞാൻ കുരുളാസിറ്റിക്ക് പോകാനായിട്ടാണ് പ്ലാൻ ചെയ്തത്. അങ്ങനെ കുരുളാസിറ്റിയിലൊക്കെ പോയി ചാച്ചയമ്മയുടെ കാര്യങ്ങളൊക്കെ തിരക്കി. എന്നിട്ട് അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.